നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവിന് മർദ്ദനം. ഡിവൈഎഫ്ഐ പ്രവർത്തകനെതിരെ പരാതി. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ 60ക്ക് ലഭിച്ചു. സംഭവത്തിനെതിരെ നെല്ലിക്കുഴിയിൽ UDF പ്രതിഷേധം സംഘടിപ്പിച്ചു. കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം വൈസ് പ്രസിഡന്റ് അസീസ് നായിക്കൻ മാവുടിക്കാണ് മർദ്ദനമേറ്റത്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അനീസ് കീപ്പുറത്ത് മർദ്ദിച്ചു എന്നാണ് പരാതി. വ്യാഴാഴ്ച ഇന്ദിരാഗാന്ധി കോളേജ് ജംഗ്ഷനിൽ ഉണ്ടായ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ മീഡിയ 60ക്ക് ലഭിച്ചു. മർദ്ദനത്തിൽ പരിക്കേറ്റ അസീസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാവിലെ ഒരു 8:30 ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി കോളേജിന്റെ അങ്ങോട്ട് വരുവായത്. ഞാൻ അവിടെ വന്ന് കോളേജിലേക്ക് വണ്ടി ഇറങ്ങുന്നിടത്തിലേക്ക് തിരിഞ്ഞ് നടന്നുകൊണ്ടിരുന്നു. പുറേന്ന് ഈ അനീഷ് കീപ്പുറം വന്ന് കൊണ്ടാണ് പുറേന്ന് ഇടിച്ചത്. പുറേന്ന് ഇടിച്ച് ഞാൻ മുന്നും കുത്തി പോയി വീണു. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അവൻ പിടിച്ച് തള്ളി വീണ്ടും വീണു. അത് കഴിഞ്ഞ് എന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ചവിട്ടി ഒരു 3-4 ചവിട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് തലക്കെട്ടി ഇടിച്ചു, ഇവിടെ ഇടിച്ച് പാട്. അത് കഴിഞ്ഞ് ഇവൻ എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ശരിയാക്കും, നിന്നെ വെട്ടിക്കൊല്ലും, മിണ്ടാണ്ട് മര്യാദയ്ക്ക് പൊക്കോളാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പത്തും അവിടെ നാട്ടുകാർ കൂടി എന്നെ പിടിച്ചു മാറ്റി വിട്ടു. കാരണം എന്നാന്ന് വെച്ചാൽ ഒരു പിടുത്തമില്ല. ഇന്നലെ ചെറിയ പ്രശ്നം അവിടെ പിള്ളേരായിട്ടുണ്ടായില്ല, ഞാനായിട്ടൊരു വിഷയം ഉണ്ടായിട്ടില്ല. അസീസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ UDF നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC അംഗം AG ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നിരന്തരമായി നെല്ലിക്കുഴി പഞ്ചായത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പേരിൽ കേസുമുണ്ട്. ഈ കേസെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യും, FIR ആക്കും. ഇതൊന്നും നടപടിയില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു. യാതൊരു തരത്തിലുള്ള നടപടിയില്ലാതെ പോകുമ്പോൾ പിന്നെ പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം ഈ പാർട്ടി ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും ദയനീയമായ സംഗതി. നമുക്കറിയാം, ഞങ്ങളുടെ മണ്ഡലത്തിൽ അരിക്ക് എതിരായാലും ഉണ്ടായിട്ടുള്ള ഗുണ്ടാക്രമണം ചെയ്യുന്നതായിട്ടില്ല. ഇപ്പോൾ ഈ മണ്ഡലം വൈസ് പ്രസിഡന്റായി ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം തന്നെ തുടർക്കഥയായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം കൊണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നമുക്കറിയാം, ഈ പറയുന്ന നമ്മുടെ കക്ഷി വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചിട്ടുള്ള ടൗണിൽ സുപരിചിതനായ വ്യക്തിയാണ്. ഈ സുപരിചിതനായ വ്യക്തിക്ക് 65 വയസ്സുണ്ട്. ഈ 65 വയസ്സിൽ പ്രായമായ വൃദ്ധനെ ക്രൂരമായ രീതിയിലേക്ക് മർദ്ദിച്ച് അതിനുശേഷം വെല്ലുവിളിച്ച് നടക്കുന്ന ഈ ഒരു വിഭാഗത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ഏതെങ്കിലും ഏജൻസി ഉണ്ടെങ്കിൽ അവരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് തുടർക്കഥയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇതിന് അവസാനം ഉണ്ടാകണ്ടേ. നമുക്കറിയാം, ഒരു 9 വർഷത്തിനുള്ളിൽ ഭരണത്തിൽ കീഴിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമാധാനപരമായ ജീവിതം ഉണ്ടാക്കുവാനായിട്ട് കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിലേക്ക് ജനം പറയുന്നു. UDF ചെയർമാൻ KM കുഞ്ഞുബാബ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, MM അബ്ദുൽ കരീം, PM സക്കറിയ, അലി പടിഞ്ഞാറേച്ചാലിൽ, NM ഷംസുദ്ദീൻ, നാസർ വട്ടേക്കാടൻ, MV റെജി, CM മീരാൻ, BM സത്താർ, സലീം മംഗലപ്പാറ, അജീബ് ഇരമല്ലൂർ, ജാഫർ പോണാകുടി, KS മൈദീൻ, ഷൗക്കത്ത് പൂതയിൽ, വിജയൻ നായർ, അനിൽ രാമൻ നായർ, KP അബ്ബാസ്, നസീർ ഖാദർ, MM അബ്ദുൽ സലാം, നിസാർ മണക്കാട്ട്, ഷിബിൻ കല്ലിങ്കൽ, അസീസ് പാറപ്പാട്ട്, KP അഷ്റഫ്, യൂസഫ് നാനേത്താൻ, ഷെഫീഖ് എടപ്പാറ, KP കുഞ്ഞ്, അജ്മൽ മാനിക്കൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ നെല്ലിക്കുഴി പഞ്ചായത്തിലെ ഇന്ദിരാഗാന്ധി കോളേജിന് സമീപം അസീസ് നായികമാവുടി എന്ന കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റിനെ CPMന്റെ നെല്ലിക്കുഴിയിലെ അറിയപ്പെടുന്ന ഗുണ്ടയായ അനീസ് കീപ്പുറത്ത് എന്ന് പറയുന്ന ക്രിമിനൽ വളരെ മൃഗീയമായി ആക്രമിക്കുകയും വളരെ മോശമായി അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്ത് റോഡിലൂടെ വലിച്ചിഴച്ച് 61 വയസ്സായ ഒരു മനുഷ്യന്, വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനോട് അതീവ ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങളിപ്പോൾ ഈ ആശുപത്രി കാണുന്നത്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ CPM തുടരുന്ന അക്രമ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മുൻ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, അയാളുടെ നേതൃത്വത്തിൽ നെല്ലിക്കുഴി പഞ്ചായത്തിൽ നിരന്തരമായി ഇത്തരം ക്രിമിനൽ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെയും CPM വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ്
സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.